ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐഫോൺ 15 പ്ലസ് 5 മാസത്തിന് ശേഷം ഐഫോൺ 15 പ്ലസിൻ്റെ യൂസേജ് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 Pro Max ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത് എൻ്റെ പ്രൈമറി ഡിവൈസ് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക്. അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തത് ഗൂഗിൾ പിക്സൽ 6 ആയിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി എൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആക്ച്വലി ആ ഡിവൈസിൽ. അപ്പോൾ അത് മാറ്റിയിരിക്കണം എന്നുള്ള സമയത്താണ് എൻ്റെ കയ്യിൽ താഴെ അതിൻ്റെ ഡിസ്പ്ലേ പോകുന്നതും. പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് 13,000 14,000 റേഞ്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതങ്ങനെ ശരിയാക്കാനിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ ലീവ് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഏതുള്ള എൻ്റെ കൂട്ട ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തത് ഐഫോൺ 15 പ്ലസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോഴ്സിൽ പോയി, ഇപ്പോൾ വി സ്റ്റോർ എവിടെയെല്ലാം പോയി. പക്ഷേ ഞാൻ ആക്ച്വലി 14 Pro Max ഒരു സെക്കൻഡ് ഹാൻഡായിരുന്നു നോക്കിയിരുന്നു വെച്ചത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡിന് അവിടുത്തെ ആ കസ്റ്റമർ സർവീസ് ആക്ച്വലി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, എസ്പെഷ്യലി ഐഹാബിൽ. അപ്പോൾ അവൻ പറഞ്ഞു പള്ളുരുത്തിയിൽ ഈസി സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈസി സ്റ്റോറിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഐറ്റം ഉണ്ട്, ഒരു അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോൺ എടുത്താണ് 15 പ്ലസ് എടുത്തത്. 128 GB ആണ്, ബ്ലാക്ക് കളറിലാണ് എടുത്തത്. അപ്പോൾ ഇത് 5 months യൂസേജ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒന്നും പറയാനില്ല. അപ്പോൾ എന്നെപ്പോലെ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ, അത്യാവശ്യം ഒരു നോർമൽ യൂസറിന് ഇത് ഓൾമോസ്റ്റ് 1 day ഒരു ദിവസം സുഖമായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഹെവി ഗെയിമേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു 17.4. ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഒറ്റ അപ്ഡേറ്റിൽ സംഭവം എല്ലാം സെറ്റാക്കിയായിരുന്നു. 17.5ൻ്റെ അപ്ഡേറ്റ് വന്നപ്പോഴേക്കും ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാതെ സോൾവ് ആയി. പക്ഷേ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു അപ്ഡേറ്റ് വന്നാലും 17.5.1 അത് ചെയ്തപ്പോൾ വീണ്ടും ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ആ 17.4-ലെ ബഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കോൾ വരില്ലേ, കോൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫോൺ ഓൾ ഓഫ് എ സഡൻ ഹാങ് ആവും, കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് പോകുമായിരുന്നു. ഇതായിരുന്നു മെയിൻ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ഇത് ഫേസ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് വേഗം റിസോൾവ് ആയി. പിന്നെ ഈ ഫോൺ ഡേ ടു ഡേ ലൈഫിന് ബെസ്റ്റാണ്. പിന്നെ എൻ്റെ ക്യാമറ രക്ഷയില്ല, ക്യാമറ, ബാറ്ററി ലൈഫ്, ഇത് രണ്ടുമാണ് മെയിൻ. ഇപ്പോൾ 5 months യൂസ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് വർത്ത് ഫോർ മണി, വാല്യൂ ഫോർ മണി, പ്രോപ്പർ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസാണ് 15 പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ഫോട്ടോ സാമ്പിൾസും ഞാൻ എന്തായാലും വീഡിയോൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ A16 Bionic ആണ്. അതായത് ഐഫോൺ 14 Pro Max യൂസ് ചെയ്യുന്ന അതേ സെയിം ചിപ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഗെയിമിംഗ് പെർഫോമൻസിന് യാതൊരു കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടില്ല. ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായാലും ഫോട്ടോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ക്യാമറ യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ആപ്പിൾ. എന്തായാലും ക്യാമറ എക്സ്പീരിയൻസ്, ക്യാമറ സൈഡിൽ നിന്ന് എന്തായാലും വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫോൺ തരുന്നത്. ഇതാണ് എനിക്ക് കിട്ടുന്ന സ്ക്രീൻ ടൈം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഇതാണ് എനിക്ക് കിട്ടുന്ന സ്ക്രീൻ ടൈം. ഓൾമോസ്റ്റ് 10 hours പ്ലസ് ആണ് എനിക്ക് കിട്ടുന്ന സ്ക്രീൻ ടൈം. ഒരു നോർമൽ യൂസറിന് ഇതിന് ധാരാളമാണ്. 5 months ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എൻ്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും ഉണ്ട്, 100% തന്നെയുണ്ട്. ഇത് ഫസ്റ്റ് യൂസ് ഡിസംബറിൽ കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റ് യൂസ് ഡിസംബർ 2023 തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 5 മാസമായിട്ടും ബാറ്ററി ഹെൽത്ത് ഓക്കെയാണ്. ബാറ്ററി ഹെൽത്തൊന്നും വലിയ കാര്യമില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഡിവൈസ് നൈസാണ്. പ്രോപ്പർ വാല്യൂ ഫോർ മണിയാണ് ഈ ഫോണ്. ഇതിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ നമ്മൾ 4K 60 FPS 4K 30 FPS ഏതാണെന്ന് വെച്ചെടുത്ത്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഫോൺ അത്യാവശ്യം നല്ലപോലെ ഹീറ്റപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ രാജസ്ഥാനിലായതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആവും. അതൊരു മേജർ ഡ്രോബാക്കാണ്. അതിപ്പോൾ എല്ലാ ഫോണും ഹീറ്റാവുമെങ്കിലും ഇതിൽ കുറച്ച് എക്സ്ട്രാ ഹീറ്റ് ആവുന്നുണ്ട്, അഡീഷണൽ ഹീറ്റ് കൂടുതലാണെങ്കിൽ. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. ഞാൻ എഡിറ്റിങ്ങും എല്ലാം ഇതേ ഡിവൈസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ VN-ലും ഷോർട്ടിലും എല്ലാം ആയിട്ടാണ് ഞാൻ എഡിറ്റിംഗ് എല്ലാം മെയിൻ ആയിട്ട്. എനിക്ക് ലാപ്പുണ്ട്, പക്ഷേ ലാപ്പിലേക്കാൾ കൂടുതൽ ഞാൻ ലാപ്പിൽ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ കൺവീനിയൻറ്റ് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക് കവർ, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കസ്റ്റം മെയ്ഡാണ്, ഫുള്ളി ഫിൽമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഗ്ലാസ് ബാക്കാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കാം.